കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചൈനീസ് ബോൾസത്തിൻ്റെ റീപോട്ടിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സെയിലുമാണ്. ഞാൻ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സെയിലിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ പ്ലാന്റുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയാണ്. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച ഒരു പ്ലാന്റാണ് നിങ്ങളെ ആദ്യമായിട്ട് കാണിച്ചത്. അപ്പോൾ വേറൊരു ഗ്രോ ബാഗിലോട്ട് നടാമെന്ന് വിചാരിച്ച്. നല്ല രീതിയിൽ തന്നെ പിടിച്ച് കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പം സാധാ മണ്ണ് മാത്രമേ ഇതിനകത്ത് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഈ നഴ്സറിയിൽ നിന്നും വാങ്ങിച്ച ആ പ്ലാന്റിൻ്റെ കൂട്ടത്തിലുള്ള കുറച്ച് മണ്ണും കൂടി ചേർത്ത് അതിൻ്റെ അടിഭാഗത്തെ മണ്ണൊക്കെ ഇളക്കി കളഞ്ഞതിന് ശേഷം വേരുകളൊന്നും പൊട്ടിപ്പോകാതെ അതിനകത്തോട്ട് താത്ത് വെച്ച് കൊടുത്തു. പിന്നെ അതിന് ചുറ്റും മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. നമ്മളിതിനകത്ത് വേറെ വളങ്ങളൊന്നും ചേർത്തിട്ടില്ല. എനിക്ക് ചൈനീസ് ബോൾസത്തിൻ്റെ കെയർ നല്ലതുപോലെ അറിയത്തില്ല. നമുക്ക് ഒരിക്കലും അത് ശരിയായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്നും കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും പ്ലാന്റുകളൊക്കെ വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത് പിടിച്ച് കിട്ടുകയാണെങ്കിൽ ചൈനീസ് ബോൾസ ഇതുപോലൊക്കെ വാങ്ങി നടണമെന്നാണ് വിചാരിക്കുന്നത്. നല്ല വെറൈറ്റിയാണ്. റേറ്റും അത്ര കൂടുതലൊന്നുമില്ല, 70 രൂപ മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ഒരു പ്ലാന്റിന്. ചൈനീസ് ബോൾസത്തിനൊക്കെ കൂടുതൽ വെയിൽ ആവശ്യമില്ല. അത് അത്യാവശ്യം തണലുള്ളിടത്താണ് വച്ചിരിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്നും കട്ടിങ്സ് ഒക്കെ വെച്ച് പിടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വളരെ കുറഞ്ഞ റേറ്റിലാണ് ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ തരുന്നത്. കാണുന്ന മണിമുല്ലയ്ക്ക് 30 രൂപ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 40 രൂപയുടെയും തൈയുണ്ട്, 30 രൂപയുടെയും ഉണ്ട്. പെട്രിയ അതുപോലെ തന്നെ 30 രൂപയുടെയും 40 രൂപയുടെയും തൈയുണ്ട്. ഈ കാണുന്ന വാട്ടർ പ്ലാന്റാണിത്. വാട്ടർ പ്ലാന്റിൻ്റെ തൈകൾക്ക് 50 രൂപയാണ്, ചെറിയ തൈകൾക്ക് 30 രൂപയും. അതുപോലെ തന്നെ ബാമ്പു ഓർക്കിഡിന് 40 രൂപ, റെയിൻ ലില്ലിക്ക് 50 രൂപയാണുള്ളത്. എപ്പിഷ്യയുടെ ഈ പ്ലാന്റിന് 20 രൂപയാണ്. അതുപോലെ തന്നെ വലിയ പ്ലാന്റിന് 30 രൂപയാണ്. ഈ കാണുന്ന പ്ലാന്റിന് 10 രൂപ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കട്ടിങ്സിന് 5 രൂപയുണ്ട്. മെക്സിക്കൻ പെറ്റൂണിയൻ്റെ ടൈപ്പ് പ്ലാന്റുകളാണ് ഇത്. അതിനെല്ലാം 10 രൂപ വീതമേ ഉള്ളൂ. 2 വെറൈറ്റി ഉണ്ട്, പിങ്കും പർപ്പിളും കളറും. ഇതൊക്കെ ഒരുപാട് പ്ലാന്റുകൾ പെട്ടെന്നാകുന്നതാണ്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അതിന് 20 രൂപയാണ് റേറ്റ്. ഈ റെയിൻ ലില്ലിക്ക് 50 രൂപയാണ് റേറ്റ്. വിൻഗയുടെ കട്ടിങ്സ് ആണുള്ളത്. അതിന് 10 രൂപയാണ്. 2 കട്ടിങ്സ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന പ്ലാന്റിൻ്റെ തൈകൾക്ക് 30 രൂപ, കട്ടിങ്സിന് 10 രൂപ മാത്രമേ ഉള്ളൂ. ഇതിന് 30 രൂപയാണ്. ഇതിൻ്റെ കട്ടിങ്സിനും 10 രൂപയാണ്. അപ്പം കട്ടിങ്സ് കണ്ടവർക്ക് അങ്ങനെയും ചോദിക്കാവുന്നതാണ്. വൈറ്റ് നെയ്യാമ്പലിന് 50 രൂപയാണുള്ളത്. വിൻഗയുടെ റൂട്ടഡ് പ്ലാന്റ് ആണ്. അതിന് 30 രൂപയാണ്. ഇത് നാടൻ വിൻഗയാണ്. ഈ സ്നോഫ്ലേക്സ് പ്ലാന്റിന് 10 രൂപയാണ് റേറ്റ്. വാട്ടർ പ്ലാന്റ് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ്. അത് ബ്ലീഡിങ് ഹാർട്ട് റെഡ് പ്ലാന്റിന് 20 രൂപയും വൈറ്റിന് 30 രൂപയുമാണ് റേറ്റ്. നല്ല വേരായിട്ടുള്ള പ്ലാന്റാണത്. അതുപോലെ തന്നെ ഗന്ധരാജൻ പ്ലാന്റ്സിൻ്റെ വെരിഗേറ്റഡ് നോർമലും ഉണ്ട്. അതിന് 25 രൂപ വീതമാണ്. ഈ കാണുന്ന പർപ്പിൾ കളറിലെ പ്ലാന്റിന് 5 രൂപയാണ് റേറ്റ്. ഈ ബ്ലൂ കളറിലെ ഫ്ലവറുള്ള പ്ലാന്റിന് 20 രൂപയാണ്. 25 രൂപയുടെയും പ്ലാന്റ് ഉണ്ട്. അതുപോലെ ഈ മെക്സിക്കൻ ഫ്ലൈമൈനിന് 30 രൂപയാണ് റേറ്റ്. കട്ടിങ്സിന് 10 രൂപയാണ്. വിൻഗ പ്ലാന്റിൻ്റെ ഇതിന് കട്ടിങ്സിന് 10 രൂപയാണ് റേറ്റ്. വാട്ടർ പോപ്പിക്ക് 10 രൂപയാണ് റേറ്റ്. പ്ലാന്റ് വേണ്ട കൂട്ടുകാർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക.